ട്രംപ് കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതേപോലെ ഇന്ത്യക്കെതിരെ 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയും ആണ്. എന്നാൽ കാനഡയും മെക്സിക്കോയും ചൈനയും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ 56 ഇഞ്ച് ശക്തൻ തമ്പുരാൻ ട്രംപിന്റെ കാല് പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. അതുപോലെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ജനുവരി 31-ാം തീയതി ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പങ്കുവച്ചതാണ് ഇത്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ട്രേഡ് നടത്തുന്നതിന് ഡോളർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ കരുതേണ്ട. ഈ ശത്രു രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം, അവർ ഒരു പുതിയ ബ്രിക്സ് കറൻസി ഉണ്ടാക്കുകയില്ല എന്നും അതുപോലെ സർവശക്തനായ ഡോളറിന് പകരം മറ്റൊരു കറൻസിയെയും പിന്തുണയ്ക്കുകയില്ല എന്നും. അങ്ങനെ ചെയ്താൽ അവർ 100% നികുതി നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല, അമേരിക്കയിൽ വിൽക്കുന്നതിനോട് ഗുഡ് ബൈ പറയുകയും ചെയ്യണം. അവർക്ക് സാധനങ്ങൾ വിൽക്കുന്നതിന് അമേരിക്കയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഊമ്പന്മാരായ രാജ്യത്തെ കണ്ടുപിടിക്കാം. ബ്രിക്സ് രാജ്യങ്ങൾ ഇന്റർനാഷണൽ ട്രേഡിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗവുമില്ല. അതിന് ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും നികുതിയോട് ഹലോ പറയുവാനും അമേരിക്കയോട് ഗുഡ് ബൈ പറയുവാനും തയ്യാറായിക്കൊള്ളൂ. മോദി എപ്പോഴും മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളെ ഇതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശത്രു രാജ്യങ്ങൾ ആയിട്ടാണ്. മോദിയാണ് ബ്രിക്സ് മീറ്റിംഗിൽ ആദ്യമായി ബ്രിക്സ് കറൻസിയും ലോക്കൽ കറൻസിയും ട്രേഡിന് ഉപയോഗിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത്. അത് കാണിക്കുന്ന വാർത്തയാണ് ഇത്. എന്നാൽ ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ആഗ്രഹവുമില്ല, ഡോളറിനെ ഞങ്ങൾ ദുർബലപ്പെടുത്തുകയില്ല, മറിച്ച് ശക്തിപ്പെടുത്തുകയുള്ളൂ എന്നും പറഞ്ഞ് ട്രംപിന്റെ കാല് പിടിക്കുകയാണ് മോദി ചെയ്തത്. അതാണ് വിശ്വഗുരുവിന്റെ യഥാർത്ഥ രൂപം. ട്രംപ് ഒന്ന് പേടിപ്പിച്ചപ്പോൾ നിക്കറിൽ മുള്ളി എന്ന് തന്നെ പറയാം. ട്രേഡിന് ഡോളർ ഉപയോഗിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ ഇറക്കുമതി ചെയ്തോളാം എന്നും 56 ഇഞ്ച് കാലിൽ പിടിച്ച് പറഞ്ഞിരിക്കുകയാണ്. എക്കണോമിക്സ് ടൈംസിൽ വന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്, ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് മോദി അമേരിക്കയിൽ നിന്നും കൂടുതൽ വിസ്കിയും സ്റ്റീലും ഓയിലും മേടിക്കുന്നതിനെ കുറിച്ച് ഗൗരവകരമായി ചിന്തിക്കുകയാണ് എന്നാണ്. അതുപോലെ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള നികുതി വെട്ടിക്കുറയ്ക്കുകയും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഞാനിത് ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് തെളിവ് സഹിതമാണ് കാണിക്കുന്നത്. എന്നാലും മന്ദഭക്തന്മാർ ഇത് വിശ്വസിക്കുകയില്ല എന്നറിയാം. വളരെയേറെ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് വാർത്ത വന്നിരുന്നു. ഇത് ഔട്ട്ലുക്കിന്റെ ബിസിനസ് പേജിൽ വന്ന വാർത്ത. ട്രംപിന്റെ താരിഫ് ഭീഷണിയെ മറികടക്കാൻ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി കുറയ്ക്കുന്നതിന് ഇന്ത്യ തയ്യാറാണെന്ന്. അതുപോലെ അമേരിക്കയിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും തയ്യാറെടുത്തിരിക്കുകയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അധികാരികൾ. ബേർബൻ വിസ്കി, കാർഷിക വിളകൾ, സോയാബീൻ, പാലുൽപ്പന്നങ്ങൾ, വാഹനങ്ങൾ, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്, എയർക്രാഫ്റ്റുകൾ എന്നിവ അമേരിക്കയിൽ നിന്ന് കൂടുതലായി വാങ്ങുന്നതിനും ആലോചിക്കുകയാണ്. ഡക്കാൻ ഹെറാൾഡിലും ഈ വാർത്ത കൊടുത്തിരുന്നു. ഇത് അമേരിക്കൻ മാധ്യമമായ ബ്ലൂംബർഗിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്ത. ഇവിടെ ട്രംപ് പറയുന്നത് കേട്ടുകൊള്ളൂ. ഇന്ത്യയെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് വ്യക്തമാണ്. If a country tells me, sir, we like you very much, but we're going to no longer adhere to being in the reserve currency, we're not going to salute the dollar anymore, I'll say that's okay, and you're going to pay a 100% tariff on everything you sell into the United States, and we love your product. I hope you sell a lot of it into the United States, but you're going to pay 100% tariff. ഒരു രാജ്യം എന്നോട് പറയുകയാണ്, സാർ, ഞാൻ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഞങ്ങൾ ഡോളറിനെ റിസർവ് കറൻസിയായി ഇനി ഉപയോഗിക്കുകയില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ഒരു കുഴപ്പവുമില്ല, പക്ഷേ നിങ്ങൾ അമേരിക്കയ്ക്ക് വിൽക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 100% നികുതി നൽകേണ്ടി വരും. നിങ്ങളുടെ പ്രോഡക്ട്സിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അമേരിക്കയിലേക്ക് നിങ്ങൾ ഇഷ്ടം പോലെ വിൽക്കുമെന്നും കരുതുന്നു, പക്ഷേ അതിന് 100% നികുതി നൽകേണ്ടി വരും. പിന്നീട് ഇവിടെ മോദിയെ പരസ്യമായി കളിയാക്കുകയാണ്. എന്തൊരു നാണക്കേടാണ് എന്ന് ഓർക്കണം. പറയുന്നത് കേട്ടോ. He will then follow it up by saying, sir, it would be an honor to stay with the reserve currency. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, സാർ, ഞങ്ങൾ തീർച്ചയായും ഡോളറിനെ റിസർവ് കറൻസിയായി ഉപയോഗിക്കും എന്ന് വാക്ക് തരുന്നു.
എന്നാൽ മൈ ഫ്രണ്ട് മോദി മാത്രമാണ് ഇങ്ങനെ ട്രംപിന്റെ കാൽക്കൽ വീണ് ക്ഷമ പറയുന്നത്. മെക്സിക്കോയും കാനഡയും ചൈനയും അമേരിക്കയ്ക്കെതിരെ ശക്തമായാണ് പ്രതികരിച്ചത്. ട്രംപ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുമെന്ന് പറഞ്ഞപ്പോൾ എത്ര വേണേലും കയറ്റി അയച്ചോളൂ, ഞങ്ങൾ തിരിച്ചെടുത്തോളാം എന്നാണ് മോദി പറഞ്ഞത്. എന്നാൽ മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ ഷൈൻബാം ഇതിനെ ശക്തമായി വിമർശിക്കുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുകയാണ് അമേരിക്കയിലുള്ള മെക്സിക്കൻ വംശജർ ചെയ്യുന്നത് എന്നാണ്. അമേരിക്കയുടെ എല്ലാ രംഗങ്ങളിലും ഇതാണ് മെക്സിക്കർ ചെയ്യുന്നത് എന്നും അവർ പറഞ്ഞു. ഇവിടെ ഈ കാര്യം വളരെ ശക്തമായി അവർ സ്പാനിഷിൽ പറയുന്നതാണ് ഇത്. Pero que se oiga bien y que se oiga fuerte, las y los mexicanos allá sostienen la economía de los Estados Unidos, en el campo, en los servicios, en todos lados. Estados Unidos no sería lo que es si no fuera por un pueblo trabajador que se va allá a ayudar. Así que van a recibir siempre nuestro apoyo, nuestra solidaridad, y si regresan a México, regresan con nuestros brazos abiertos para darles todo lo que se merecen, porque son generosos, solidarios, como es el pueblo mixteco y todos los pueblos de nuestro país. അതുപോലെ ട്രംപ് മെക്സിക്കോയ്ക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അതിനെ തിരിച്ചടിയായി അമേരിക്കയ്ക്കെതിരെ നികുതി ഏർപ്പെടുത്തും എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ ട്രംപിന്റെ കാല് പിടിക്കാൻ അവർ തയ്യാറായില്ല. അമേരിക്കൻ മാധ്യമമായ റോയിറ്റേഴ്സിൽ വന്ന ഈ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ നികുതിക്ക് പകരം വീട്ടാനായി അവർ അമേരിക്കയ്ക്ക് എതിരെ നികുതി ഏർപ്പെടുത്തുമെന്ന്. അങ്ങനെയാണ് യഥാർത്ഥ നെഞ്ചുറപ്പുള്ളവർ ചെയ്യുന്നത്. ഇനി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത് കേട്ടുകൊള്ളൂ. Tonight, I am announcing Canada will be responding to the US trade action with 25% tariffs against $155 billion worth of American goods. This will include immediate tariffs on $30 billion worth of goods as of Tuesday, followed by further tariffs on $125 billion worth of American products in 21 days' time to allow Canadian companies and supply chains to seek to find alternatives. ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, കാനഡയ്ക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ നികുതിക്ക് തിരിച്ചടിയായി $155 ബില്യൺ അമേരിക്കൻ ഇറക്കുമതിക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന്. ഇതിൽ $30 ബില്യൺ സാധനങ്ങൾക്ക് ഉടനെ തന്നെ ഈ ചൊവ്വാഴ്ച തന്നെ നികുതി ഏർപ്പെടുത്തും. അതിനുശേഷം കനേഡിയൻ കമ്പനികൾക്കും സപ്ലയേഴ്സിനും മറ്റു മാർഗങ്ങൾ തേടുന്നതിനുള്ള സമയം നൽകുന്നതിനു വേണ്ടി അടുത്ത 21 ദിവസത്തിനുള്ളിൽ $125 ബില്യൺ അമേരിക്കൻ ഇറക്കുമതി സാധനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തും. അതിനുശേഷം അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചതാണ് ഇത്. കാനഡയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിക്കേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്തവ്യം നിറവേറ്റാം. സാധനങ്ങളുടെ ലേബൽ ചെക്ക് ചെയ്യുക. കഴിയുമ്പോഴെല്ലാം കാനഡയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മാത്രം വാങ്ങുക. അങ്ങനെ കാനഡയും ട്രംപിനോട് നിങ്ങളുടെ ഭീഷണി ഞങ്ങളുടെ അടുത്ത് വിലപ്പോകില്ല എന്ന് ശക്തമായി മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ BBC-യുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ചൈനയും കാനഡയും മെക്സിക്കോയും ട്രംപിന് ഉടനെ തന്നെ തക്കതായ മറുപടി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന്. ട്രംപ് താരിഫ് നടപ്പിലാക്കുന്ന ദിവസമായി പറഞ്ഞ ചൊവ്വാഴ്ച തന്നെയാണ് ഈ രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിയായി നികുതി ഏർപ്പെടുത്തുന്ന ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ മോദിയുടെ ഈ നാണംകെട്ട കീഴടങ്ങലിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി പറഞ്ഞിരിക്കുന്നത് കണ്ടോ? മോദി ട്രംപിനെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇത് ആർക്കെങ്കിലും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്താണോ? രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ട്രംപിസത്തിന്റെ നിതാന്തമായ ഭീഷണിയും സ്വാർത്ഥ താല്പര്യങ്ങളും മാത്രമാണ് സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹം ഡേ ഫ്രണ്ട് എന്നും ഫ്രണ്ട്ഷിപ്പ് എന്നും ഉള്ളത് കോട്സിൽ കൊടുത്തിരിക്കുന്നത് ഇതിലെ അർത്ഥശൂന്യത വെളിവാക്കുന്നതിനാണ്. അപ്പോൾ വിശ്വഗുരുവിന്റെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? GDP-യിൽ 9ാം സ്ഥാനത്തുള്ള കാനഡയും 15ാം സ്ഥാനത്തുള്ള മെക്സിക്കോയും ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞപ്പോൾ ഇന്ത്യ നാണം കെട്ട് എല്ലാത്തിനും വഴങ്ങി കാല് പിടിച്ച് നടക്കുന്നു. രാജ്യത്തിന്റെ വലിയ ദുരവസ്ഥയാണ് ഇത്. ഒരു വിലയുമില്ലാത്ത, ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മഹത്തായ രാജ്യമായ ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് മോദി.